നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഷാജി കടയ്ക്കൽ. RSS ഗണഗീതം സംസ്ഥാനത്ത് വീണ്ടും വിവാദമാകുന്നു. എറണാകുളം ബാംഗ്ലൂർ വന്ദേഭാരത് ഉദ്ഘാടനത്തിനിടെ വിദ്യാർത്ഥികളെ കൊണ്ട് RSS ഗണഗീതം പാടിപ്പിച്ച ദക്ഷിണ റെയിൽവേയുടെ നടപടി അങ്ങേയറ്റം പ്രതിഷേധാർഹമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അപരമത വിദ്വേഷവും വർഗീയ വിഭജന രാഷ്ട്രീയവും നിരന്തരം പ്രസരിപ്പിക്കുന്ന RSSന്റെ ഗാനം സർക്കാരിൻ്റെ ഔദ്യോഗിക പരിപാടിയിൽ ഉൾപ്പെടുത്തിയത് ഭരണഘടനാ തത്വങ്ങളുടെ ലംഘനമാണെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. വാർത്തകൾ വിശദമായി. എക്സിൽ നിന്ന് പിൻവലിച്ച ഗണഗീതം വീണ്ടും വീഡിയോ പോസ്റ്റ് ചെയ്ത് ദക്ഷിണ റെയിൽവേ ഗണഗീതത്തിന് ഇംഗ്ലീഷ് വിവർത്തനം കൂടി ചേർത്താണ് പുതിയ പോസ്റ്റ്. എറണാകുളം സൗത്ത് ബാംഗ്ലൂരു വന്ദേഭാരത് ഫ്ലാഗ് ഓഫ് ചടങ്ങിൽ വിദ്യാർത്ഥികൾ ഗണഗീതം പാടുന്ന വീഡിയോ നേരത്തെ ദക്ഷിണ റെയിൽവേ എക്സിൽ നിന്ന് പിൻവലിച്ചിരുന്നു. വന്ദേഭാരത് ഫ്ലാഗ് ഓഫ് ചടങ്ങിന് ശേഷം വിദ്യാർത്ഥികൾ ട്രെയിനിൽ നിന്ന് അകത്തു നിന്നാണ് ഗണഗീതം പാടിയത്. രാജ്യത്തെ പൊതുസംവിധാനത്തെ കാവ്യവൽക്കരിച്ച് RSSന്റെ മുഖത്തിൽ കെട്ടാനുള്ള നീചമായ ശ്രമത്തിൻ്റെ ഭാഗമാണ് വന്ദേഭാരതത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിലെ വിദ്യാർത്ഥികളെ കൊണ്ട് RSSന്റെ ഗണഗീതം പാടിപ്പിക്കുകയും അത് ദക്ഷിണ റെയിൽവേയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്ത നടപടിയെന്ന് AC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP കുറ്റപ്പെടുത്തി. ദേശീയഗാനം മുഴങ്ങിക്കേൾക്കേണ്ട വേദികൾ ഗണഗീതം പാടുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് പൊതുബോധം സൃഷ്ടിക്കുന്നതിൻ്റെ ഭാഗം കൂടിയാണെന്നും കുട്ടികളെ വർഗീയതയിലേക്ക് തള്ളിവിട്ട് ഔദ്യോഗിക സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്ത് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന വെറുപ്പിൻ്റെ രാഷ്ട്രീയത്തെ ചെറുത്തു തോൽപ്പിക്കേണ്ടതാണെന്നും KC വേണുഗോപാൽ പറഞ്ഞു. വന്ദേഭാരത് ഫ്ലാഗ് ഓഫ് ചടങ്ങിൽ വിദ്യാർത്ഥികളെ കൊണ്ട് ഗണഗീതം പാടിച്ച സംഭവത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ എക്സിൽ നടത്തിയ വിമർശനത്തിലെ BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ കുട്ടികൾ അവർക്ക് ഇഷ്ടമുള്ള ദേശഭക്തി ഗാനം പാടിയതാണോ പ്രശ്നമെന്നും കുട്ടികളുടെ ഭരണഘടനാ സ്വാതന്ത്ര്യത്തെ മുഖ്യമന്ത്രി അവഹേളിക്കുകയാണെന്നും മുഖ്യമന്ത്രിക്ക് അപലപിക്കാൻ സംസ്ഥാന സർക്കാർ തന്നെ ഒട്ടേറെ വിഷയങ്ങൾ ഉണ്ടല്ലോ എന്നും എക്സിൽ രാജീവ് ചന്ദ്രശേഖർ കുറിച്ചു. നിയന്ത്രണം വിട്ട കാർ മരത്തിലിടിച്ച് പാലക്കാട് 3 യുവാക്കൾ മരിച്ചു. പാലക്കാട് സ്വദേശികളായ രോഹൻ രഞ്ജിത്ത്, രോഹൻ സന്തോഷ്, സനൂജ് എന്നിവരാണ് ദാരുണമായി മരിച്ചത്. കൂടെയുണ്ടായിരുന്ന മറ്റ് 2 പേർക്ക് പരിക്കേറ്റു. രാത്രി ഏകദേശം 11 മണിയോടെയാണ് അപകടം നടന്നത്. ചിറ്റൂരിൽ നിന്ന് മടങ്ങിവരവെ കൊടുമ്പ് കല്ലിങ്കൽ ജംഗ്ഷനിൽ വെച്ചാണ് ഇവർ സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെട്ടത്. മരത്തിലിടിച്ച കാർ പിന്നീട് വയലിലേക്ക് മറിയുകയായിരുന്നു. കാട്ടുപന്നി കുറുകെ ചാടിയപ്പോൾ കാർ വെട്ടിച്ചാണ് അപകടത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം. ധനമന്ത്രി KN ബാലഗോപാൽ സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ടു. വെഞ്ഞാറോട് വാമനാരത്ത് വെച്ചാണ് അപകടമുണ്ടായത്. കൊട്ടാരക്കര ഭാഗത്തു നിന്ന് തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്നു മന്ത്രിയും കാറിലുണ്ടായിരുന്ന മറ്റുള്ളവരും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിൽ ആരോപണ വിധേയനായ ഇൻസ്പെക്ടറെ ഉൾപ്പെടുത്തി. ADGP H വെങ്കടേഷിനാണ് നടപടി. പേരൂർക്കടയിൽ ദളിത് സ്ത്രീയെ അന്യായമായി കസ്റ്റഡിയിൽ എടുത്തതിൽ വീഴ്ച വരുത്തിയ SHO ശിവകുമാറിനെയാണ് SITയിൽ ഉൾപ്പെടുത്തിയത്. ശിവകുമാർ ഇന്നലെ SITക്കൊപ്പം ചേർന്നു. എന്നാൽ നിയമനം വിവാദമായതിന് പിന്നാലെ ഇയാളെ പിൻവലിക്കുന്നതായി ADGP അറിയിച്ചു. വോട്ട് ചോരിക്കെതിരെ 15 ലക്ഷം ഒപ്പുകൾ കേരളത്തിൽ നിന്ന് ഇലക്ഷൻ കമ്മീഷൻ സമർപ്പിക്കുമെന്ന് കോൺഗ്രസ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലും ക്രമക്കേട് നടന്നതായി തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ കോൺഗ്രസ് നൽകിയിട്ടുണ്ടെന്നും AC ജനറൽ സെക്രട്ടറി ദീപദാസ് മുൻഷി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പോപ്പുലർ ഫ്രണ്ടിനെതിരെ വീണ്ടും നടപടി ഘടിപ്പിച്ചു ED. കേരളത്തിലെ ഗ്രീൻ വാലി അക്കാദമി അടക്കമുള്ള സ്വത്തുകൾ കണ്ടുകെട്ടി. 67 കോടി രൂപയുടെ സ്വത്താണ് കണ്ടുകെട്ടിയത്. തിരുവനന്തപുരത്തെ SDPIയുടെയും ഭൂമി കണ്ടുകെട്ടിയിട്ടുണ്ട്. പന്തളത്തെ എഡ്യൂക്കേഷൻ ആൻഡ് കൾച്ചറൽ ട്രസ്റ്റ്, വയനാട്ടിലെ ഇസ്ലാമിക് സെൻറ്റർ ട്രസ്റ്റ്, ആലുവയിലെ പെരിയാർ വാലി ചാരിറ്റബിൾ ട്രസ്റ്റ്, പാലക്കാട് വള്ളുവനാടൻ ട്രസ്റ്റ് ഉൾപ്പെടെയുള്ള സ്വത്തുക്കളാണ് കണ്ടുകെട്ടിയത്. സംസ്ഥാന സ്കൂൾ കലാശാസ്ത്രോത്സവത്തിൻ്റെ ഉദ്ഘാടന വേദിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പങ്കെടുത്തുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിഷയത്തെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഗൗരവത്തോടെയാണ് കാണുന്നതെന്ന് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി. ലൈംഗികാരോപണം നേരിടുന്ന ഒരു വ്യക്തി, കുട്ടികളും രക്ഷിതാക്കൾ, അധ്യാപകർ ഉൾപ്പെടെ വലിയൊരു സമൂഹം പങ്കെടുക്കുന്ന ഒരു പൊതുപരിപാടിയുടെ, പ്രത്യേകിച്ച് ശാസ്ത്രരംഗത്തെ വിദ്യാർത്ഥികളുടെ മുന്നേറ്റം ലക്ഷ്യമിടുന്ന ഒരു പരിപാടിയുടെ വേദിയിലെത്തിയത് ഉണ്ടാക്കുന്ന അതൃപ്തിയും ആശങ്കകളും മനസ്സിലാക്കുന്നുവെന്നും ഇത്തരം വിവാദങ്ങൾക്ക് ഇടവരുത്തുന്നത് പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഉന്നതമായ ലക്ഷ്യങ്ങൾക്ക് യോജിച്ചതല്ലെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് റോഡ് അപകടങ്ങൾ കുറയ്ക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ട് പൊതുജനങ്ങൾക്കായി ഇൻഷുറൻസ് പദ്ധതി അവതരിപ്പിച്ച് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ 250 രൂപ മുടക്കിയാൽ 2 ലക്ഷം രൂപ വരെ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്കും ഇരുചക്രവാഹന യാത്രികർക്കും ലക്ഷ്യമിട്ടുള്ളതാണ് ഈ പദ്ധതി. ആലപ്പുഴ പറവൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിന് മുന്നിൽ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ്റെ പേരിടുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നതായി വിദ്യാഭ്യാസ മന്ത്രി. മുൻ മന്ത്രിയും ആലപ്പുഴയിലെ CPMൻ്റെ മുതിർന്ന നേതാവുമായ G സുധാകരൻ അയച്ച കത്തിലാണ് ഇക്കാര്യം അറിയിച്ചുള്ളത്. ആലപ്പുഴ പറവൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ VSൻ്റെ പേര് നൽകണമെന്നാണ് നേരത്തെ G സുധാകരൻ ആവശ്യപ്പെട്ടിരുന്നു. കൊച്ചി കോർപ്പറേഷനിലെ UDF കൗൺസിലർ സുനിത ഡിക്സൺ BJPയിൽ ചേർന്നു. കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിൽ നിന്ന് അംഗത്വമെടുത്തു. മുൻപ് കോൺഗ്രസിലായിരുന്ന സുനിത ഡിക്സൺ 2010 വെറ്റിലയിൽ നിന്ന് നഗരസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. BJPക്കെതിരെ കടുത്ത മുന്നറിയിപ്പും പരിഹാസവുമായി മുതിർന്ന നേതാവ് MS കുമാർ. തൻ്റെ സഹകരണ സംഘത്തിൽ നിന്ന് വായ്പ എടുത്ത് തിരിച്ചടയ്ക്കാത്ത BJP നേതാക്കളുടെ പേരുകൾ പുറത്തുവിടുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്.
ഗോൾഡൻ വാലി നിധി നിക്ഷേപ തട്ടിപ്പിൽ നിക്ഷേപകർക്ക് തുക മടക്കി നൽകാമെന്ന് ഉപാധികളോടെ കോടതിയിൽ നിന്ന് ജാമ്യത്തിൽ പുറത്തിറങ്ങിയ മുഖ്യപ്രതിയെ വീണ്ടും പോലീസ് അറസ്റ്റ് ചെയ്തു. ഗോൾഡൻ വാലി നിധി എന്ന സ്ഥാപനത്തിന്റെ ഉടമ താര എന്ന താരാകൃഷ്ണനെയാണ് തമ്പാനൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സാ പിഴവ് മൂലം 9 വയസ്സുകാരുടെ കൈമുറിച്ച് മാറ്റിയ സംഭവത്തിൽ കുടുംബത്തിന് ധനസഹായം അനുവദിച്ച് സർക്കാർ. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും 2 ലക്ഷം രൂപയാണ് അനുവദിച്ചത്. ധനസഹായം ആശ്വാസമല്ലേ എന്നും വലിയ ബുദ്ധിമുട്ടിലൂടെയാണ് കുടുംബം കടന്നുപോകുന്നതെന്നും കുട്ടിയുടെ അമ്മ പറഞ്ഞു. ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നും വീഴ്ചയ്ക്ക് തങ്ങൾ ഉത്തരവാദികളല്ലെന്നും സസ്പെൻഷനല്ല ഡോക്ടർമാരെ പുറത്താക്കുകയാണ് വേണ്ടതെന്നും അമ്മ പറഞ്ഞു. മദർ എലീസയെ ആഗോള കാത്തോലിക്ക സഭ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചു. എറണാകുളം വല്ലാർപാടം ബസിലിക്കയിൽ നടന്ന ചടങ്ങിൽ മാർപ്പാപ്പയുടെ പ്രതിയാണ് പ്രഖ്യാപനം നടത്തിയത്. കേരള കാത്തോലിക്ക സഭയിലെ ആദ്യ സന്യാസിനിയായി അറിയപ്പെടുന്ന മദർ എലീസ രാജ്യത്തെ ആദ്യ തദ്ദേശീയ കാർമലീത്ത സന്യാസിനി സഭയുടെ സ്ഥാപകയുമാണ്. പാതിപ്പണി കഴിഞ്ഞ വീട് ഇടിഞ്ഞ് സൗരങ്ങൾക്ക് ദാരുണാന്ത്യം. പാലക്കാട് അട്ടപ്പാടി കരുവാര ഊരിലാണ് ദാരുണമായ സംഭവം നടന്നത്. സൗരങ്ങളെ ആദി, അജ്നേഷ് എന്നിവരാണ് മരിച്ചത്. ബന്ധുവായ അഭിനയ എന്ന കുട്ടിക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. അഭിനയ നിലവിൽ ചികിത്സയിലാണ്. മുക്കാലിൽ 4 കിലോമീറ്റർ വനത്തിനകത്തുള്ള ഊരിലാണ് അപകടം നടന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സ കിട്ടാതെ മരിച്ച വേണുവിൻ്റെ കൂടുതൽ ഓഡിയോ സന്ദേശം പുറത്ത്. തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഉത്തരവാദിത്തം ആശുപത്രി ഏൽക്കുമോ എന്നും കുടുംബത്തിനുണ്ടായ നഷ്ടം അവർക്ക് നികത്താനാകുമോ എന്നും സന്ദേശത്തിൽ ചോദിക്കുന്നുണ്ട്. ആശ്രയം തേടി വരുന്ന സാധാരണക്കാരോട് ഇങ്ങനെ മര്യാദകൾ കാണിക്കാമോ എന്നും അത്രയും സങ്കടം വന്നിട്ടാണ് ഇത് അയക്കുന്നതെന്നും വേണു അയച്ച ഓഡിയോയിൽ പറയുന്നുമുണ്ട്. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച ഗാനരചയിതാവായി വേടനെ തിരഞ്ഞെടുത്തതിനെതിരെ മുൻ DGP R ശ്രീലേഖ പ്രധാനമന്ത്രിക്കെതിരെ പാട്ടെഴുതിയതിനാണ് സർക്കാരിന് വേടന് അവാർഡ് നൽകിയെന്ന് സൂചിപ്പിക്കുന്ന തരത്തിൽ അവർ ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചു. ശാരീരിക വെല്ലുവിളിയെ ഇച്ഛാശക്തി കൊണ്ട് അതിജീവിച്ച തളിക്കുളം സ്വദേശിനി അനീഷ അഷ്റഫ് പ്രത്യേക അനുമതിയുടെ വീട്ടിൽ നിന്ന് 10ാം ക്ലാസ് തുല്യതാ പരീക്ഷ എഴുതി. മസ്കുലർ ഡിസ്ട്രോഫി ബാധിച്ച് ശരീരം തളർന്നിട്ടും പഠനത്തോടുള്ള അനീഷയുടെ അടങ്ങാത്ത ആഗ്രഹത്തിന് മുന്നിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്രത്യേക ഇളവ് നൽകുകയായിരുന്നു. ഭാരതം ഒരു ഹിന്ദു രാഷ്ട്രമാണെന്നും രാജ്യത്തിൻ്റെ ഉത്തരവാദിത്വം ഹിന്ദുക്കൾക്കാണെന്നും RSS സംഘ ചാലക് മോഹൻ ഭാഗവത് ശതാബ്ദി ആഘോഷിക്കുന്ന RSSനെ കുറിച്ച് പ്രഭാഷണം നടത്തുകയായിരുന്നു ഭാഗവത്. ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിൻ്റെ മുൻവശത്തെ ഗ്ലാസിൽ ഇടിച്ച് പരുന്ത് അകത്തേക്ക് വീണതിനെ തുടർന്ന് പൈലറ്റിന് പരിക്കേറ്റു. ജമ്മു കാശ്മീരിലെ അനന്ത്നാഗ് ജില്ലയിലാണ് സംഭവം. ബാരാമുള്ള ബനിഹാൽ ട്രെയിനിൻ്റെ എഞ്ചിൻ്റെ മുൻവശത്തെ ഗ്ലാസിൽ തകർത്താണ് പരുന്ത് അകത്തേക്ക് വീണത്. വായുമലിനീകരണം രൂക്ഷമായോടെ ദില്ലി സർക്കാരിൻ്റെ കീഴിലുള്ള സർക്കാർ ഓഫീസുകൾ 50% ജീവനക്കാർക്ക് വർക്ക് ഫ്രം ഹോം പ്രഖ്യാപിച്ചു. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ പരിഹസിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനിടെ മീൻ പിടിക്കാനായി രാഹുൽ ഗാന്ധി കുളത്തിലേക്ക് ഇറങ്ങിയ സംഭവം ബീഹാർ തെരഞ്ഞെടുപ്പിൽ മുങ്ങിത്താഴാൻ പരിശീലിക്കുകയാണെന്നാണ് മോദി പരിഹസിച്ചത്. തീവണ്ടിക്കുള്ളിലെ ഭക്ഷണശാലയിലേക്ക് വെള്ളം ചോദിച്ചെന്ന യാത്രക്കാരൻ്റെ ശരീരത്തിലേക്ക് തിളച്ച വെള്ളം പൊള്ളിച്ച സംഭവത്തിൽ പാണ്ഡ്രി ജീവനക്കാരൻ അറസ്റ്റിൽ. നേത്രാവതി എക്സ്പ്രസിൽ യാത്രയായിരുന്നു. മുംബൈ സ്വദേശിയായ 24-കാരൻ അഭിഷേക് ബാബുവിനാണ് പൊള്ളലേറ്റ സംഭവത്തിൽ പാർട്ടി കാർ മാനേജർ ആയ ഉത്തർപ്രദേശ് സ്വദേശി രാഘവേന്ദ്ര സിംഗിനെ ഷൊർണൂർ റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്തു. ബീഹാറിലെ സമസ്തിപൂരിൽ വിവിപാറ്റ് സ്ലിപ്പുകൾ നടുറോഡിൽ കണ്ടെത്തിയത് വിവാദമാകുന്നു. വലിയ അളവിൽ വിവിപാറ്റ് സ്ലിപ്പുകൾ ചിതറിക്കിടക്കുന്നതിൻ്റെ വീഡിയോ ആണ് പുറത്തു വന്നത്. ഇലക്ട്രോണിക്സ് വോട്ടിംഗ് മെഷീനിൽ നിന്ന് പുറത്തു വന്ന സ്ലിപ്പുകളാണെന്ന് RJD ആരോപിച്ചു. എന്നാൽ ഈ സ്ലിപ്പുകൾ കഴിഞ്ഞ വ്യാഴാഴ്ചത്തെ യഥാർത്ഥ വോട്ടെടുപ്പിന് മുൻപ് നടത്തിയ മോക്ക് പോളിൽ നിന്നുള്ളതാണെന്ന് ജില്ലാ ഭരണകൂടവും വ്യക്തമാക്കി. കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകത്തിൽ പുതിയ രാഷ്ട്രീയ വിഭാഗം തലപൊക്കി. ബംഗളൂരിലെ പരപ്പന അഗ്രഹാര ജയിലിൽ കൊടും ക്രിമിനലുകൾക്കടക്കം പ്രത്യേക പരിഗണനയും സുഖസൗകര്യങ്ങളും നൽകുന്നതിൻ്റെ ജയിലിനകത്തു നിന്നുള്ള വീഡിയോ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. 20 സ്ത്രീകളെ പീഡിപ്പിക്കുകയും ഇതിൽ 18 പേരെ കൊലപ്പെടുത്തുകയും ചെയ്ത കേസിലെ പ്രതി ഉമേഷ് റെഡ്ഡിയുടെ അടക്കം വീഡിയോ ദൃശ്യങ്ങളാണ് ഉള്ളത്. സംഭവം വിവാദമായോടെ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അന്വേഷണത്തിന് ഉത്തരവിട്ടു. ഡൽഹിയിൽ ദിനംപ്രതി വായു ഗുണനിലവാരം മോശമായതിൽ ഡൽഹി സർക്കാരിനെ പരിഹസിച്ച് ശശി തരൂർ MP. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.